ഡിയർ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് നമ്മുടെ മലയാള മനോരമയിൽ വന്നൊരു ന്യൂസ് ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയിട്ട് ഞാനതങ്ങനെ പറയാമെന്ന് വിചാരിച്ചു, ഒരു മോട്ടിവേഷണലായിട്ട് കേട്ടോ. അപ്പം കോഹ്ലിയുടെ ക്ലാസിക് എന്ന് പറയുന്ന രീതിയിൽ, അതായത് നമ്മുടെ സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയ റൺസ് ഒരുമിച്ച് നേടിയതിന് ശേഷം കോഹ്ലിയുടെ ആഹ്ലാദ പ്രകടനം അത് കണ്ടായിരുന്നോ? ഈ ന്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാലം കഠിനമാക്കുമ്പോൾ, സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ ടീം ഇന്ത്യയുടെ രക്ഷകനായി അവതരിക്കുന്ന പതിവ് വിരാട് കോഹ്ലി തെറ്റിച്ചില്ല. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 111 പന്തിൽ 100 നോട്ട് ഔട്ട്. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 6 വിക്കറ്റിൻ്റെ ആധികാരിക വിജയം. കോഹ്ലിയുടെ 51ാം ഏകദിന സെഞ്ചുറിയാണിത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ 241 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 42.3 ഓവർ ലക്ഷ്യം കണ്ടു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ക്ഷമാപൂർവ്വം ബാറ്റ് ചെയ്താണ് കോഹ്ലി സെഞ്ചുറിയും ഇന്ത്യയെ വിജയവും സ്വന്തമാക്കിയത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് തോന്നിയ ഈ 2 വാക്കുകളാണ്. അതായത് കാലം കഠിനമാക്കുമ്പോൾ, അത് സാഹചര്യങ്ങൾ എതിരാകുമ്പോൾ. അപ്പോൾ നമുക്കും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറേയധികം മടുപ്പ്, ഡിപ്രഷൻ, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെയും ബാധിക്കും. നമ്മൾ പഠിച്ചതിനനുസരിച്ച് മാർക്ക് കൂടുന്നില്ലെന്ന് തോന്നും. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്ന് ടോപ്പിക്സോ ഹോട്ട് ടോപ്പിക്സോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോയിൻറ്റ്സോ ഒന്നും ചോദിച്ചില്ല, മറ്റു വലുതുവാ ചോദിച്ചതെന്നൊക്കെ തോന്നും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യരുത്? പഠിത്തം ഉഴപ്പാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു സെൻറ്റൻസിനെ വളരെയധികം ആകർഷിച്ചത് ഇതാണ്: ക്ഷമാപൂർവ്വം ബാറ്റ് ചെയ്താണ് അദ്ദേഹം സെഞ്ചുറിയും കളിയും ജയിച്ചത് എന്ന്. അതായത് നമുക്ക് ക്ഷമയാണ് വേണ്ടത്. അപ്പോൾ ഓരോ റൺസും പതുക്കെ കൂട്ടിയാണ് 100-ലെത്തിയത്. അല്ലാതെ ഒറ്റയടിക്ക് 100 കിട്ടുമോ? ഇല്ല. ആഹപ്പോയ ഒരു 6ഉം 4ഉം അല്ലേ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്ഷമയാണ് നമുക്കും വേണ്ടത്. അപ്പം നമ്മൾ പഠിക്കുമ്പം വെപ്രാളത്തിൽ എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടാൻ എനിക്ക് ഇന്ന കോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബാച്ചിൽ ചേരണം, അല്ലെങ്കിൽ ഇന്ന ക്രാഷ് കോഴ്സ് ചെയ്യണം എന്നതിലുപരി നമ്മുടെ വീക്ക്നെസ്സും നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ പോരായ്മകളും മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മാർക്ക് വീതം കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ അതാണ് വളരെയധികം നല്ലത് നമ്മുടെ ഒരു പഠന രീതിക്ക്. അപ്പം മടുപ്പും തോന്നത്തില്ല, ഡിപ്രഷനും തോന്നത്തില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒന്നിച്ച് മുന്നേറാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് സ്റ്റുഡൻസ്.